തിരുവനന്തപുരത്തേക്കൊന്ന് പോകുന്നു. എന്താണ് യഥാർത്ഥത്തിൽ ഇന്നലെ ബിജു രമേശ് ഈ അരുവിക്കരയിലെ വടക്കേമല എന്ന് പറയുന്ന കോളനിയിൽ ചെയ്തത്? അതാണ് ഒരു പ്രധാനപ്പെട്ട ചോദ്യമായി ഇന്നിപ്പോൾ നിലനിൽക്കുന്നത്. റിപ്പോർട്ടർ TV തുടർച്ചയായിട്ട് ആ വാർത്ത പ്രേക്ഷകരിലേക്ക് എത്തിച്ചിരുന്നു. ബിജു രമേശ് പറയുന്നത് താൻ പണം നൽകാനല്ല ഈ അരുവിക്കരയിലെ വടക്കേമല കോളനിയിൽ പോയത്, പകരം പോയത് സ്ഥലം നോക്കാനാണ് എന്നാണ്. എന്നാൽ ഡീൽ ഉറപ്പിക്കാനാണ് ബിജു രമേശ് അരുവിക്കരയിലെ കോളനിയിൽ പോയതെന്നാണ് ആറ്റിങ്ങലിലെ LDF സ്ഥാനാർത്ഥി വി ജോയി റിപ്പോർട്ടറിനോട് പറയുന്നത്. ഡീൽ ഉറപ്പിച്ചതിനു ശേഷമാണ് പണം കൊടുക്കുക. ഇതേ തന്ത്രമാണ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലും UDF പയറ്റിയത്. എന്നാൽ ഇത്തവണ അതിനെ LDF അനുവദിക്കില്ല. വസ്തുവിഷയം സംസാരിക്കാൻ പോകുമ്പോൾ എന്തിനാണ് ഒന്നിലധികം വണ്ടികളും എയർഗണ്ണും കൊണ്ടുപോകുന്നതെന്നും വി ജോയി ചോദിച്ചു. വി ജോയി റിപ്പോർട്ടറിനോട് പ്രതികരിച്ചത് നമുക്കൊന്ന് കേട്ടുവരാം. ഇത് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ അവർ പയറ്റിയ ഒരു തന്ത്രമാണ്. അത് ഡീൽ ഉറപ്പിക്കാൻ വേണ്ടി പോയതാണ്. അപ്പോൾ തന്നെ കാശ് കൊടുക്കലല്ല, ഒരു ഡീല് ഉറപ്പിക്കുക. ആ ഡീൽ ഉറപ്പിച്ചതിന് ശേഷം തൊട്ടുപുറകെ വേറൊരു വണ്ടിയിൽ ആളുകൾ വന്ന് പൈസ കൊടുക്കുക. ഇതാണ് കാര്യങ്ങൾ ചെയ്യുക. ഞങ്ങളിപ്രാവശ്യം വളരെ ജാഗ്രതയോട് കൂടിയിട്ടാണ് ഈ പ്രവർത്തനങ്ങൾ നോക്കുന്നത്. അപ്പോൾ അടൂർ പ്രകാശ് ജയിക്കുകയോ ജയിക്കാതിരിക്കുകയോ അത് വേറെ കാര്യം. പക്ഷേ അടൂർ പ്രകാശ് 5 കൊല്ലവും ഏതെങ്കിലും ഒരു കോളനിയിൽ 1 രൂപ ചിലവാക്കിയിട്ടുണ്ടോ? തെരഞ്ഞെടുപ്പ് വന്നപ്പോൾ പണവുമായിട്ട് ആളെ വിടുക എന്ന് പറഞ്ഞാൽ അതിലെ ഒരു സാങ്കേതികത്വം എന്താണ്? പക്ഷേ ഇങ്ങനെ കോളനികൾ കേന്ദ്രീകരിച്ച് ആളുകൾ കൂട്ടമായി താമസിക്കുന്ന സ്ഥലങ്ങൾ കേന്ദ്രീകരിച്ച് പോവുക, അവരെ സ്വാധീനിക്കാൻ ശ്രമിക്കുക, അതൊരു ശരിയായ ഒരു രീതിയല്ല. സുനിഷ നമുക്കൊപ്പം ചേരുന്നുണ്ട്. സുനിഷ അയ്യല്ലൂർ, എന്താണ് വി ജോയി പറയുന്നത്? ബിജു രമേശ് ആവർത്തിച്ചു പറയുന്നത് താൻ പോയത് പണം കൊടുക്കാനോ ഡീൽ ഉറപ്പിക്കാനോ അല്ല, പകരം വസ്തു നോക്കാൻ വേണ്ടിയാണ് പോയത് എന്ന് പറയുന്നു. എന്നാൽ വി ജോയി പറയുന്നത് അങ്ങനെയല്ല, പോയിരിക്കുന്നത് പണം നൽകാൻ വേണ്ടി തന്നെയാണ്. ഇതൊരു കഴിഞ്ഞ കാലങ്ങളിലുമുള്ള രീതിയാണ്. എന്താണ് വി ജോയി പറയുന്നത് സുനിഷ? അരുൺ, ആറ്റിങ്ങൽ മണ്ഡലത്തെ സംബന്ധിച്ചിടത്തോളം തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതിന് പിന്നാലെ തന്നെ ഈ ഇരട്ട വോട്ട് ആരോപണം, ഒപ്പം തന്നെ ഈ വോട്ട് മറിക്കൽ അടക്കം UDF-ഉം LDF-ഉം ആരോപണങ്ങൾ ശക്തമായി അങ്ങോട്ടും ഇങ്ങോട്ടും ഉന്നയിച്ചിരുന്നു എന്നത് തന്നെയാണ്. പിന്നാലെയാണ് കഴിഞ്ഞ ദിവസം നടന്ന ഈ ബിജു രമേശിൻ്റെ ഈ കോളനിയിലെ സന്ദർശനം ഒരു ചർച്ചയാകുന്നത്. ഈ LDF വലിയ രീതിയിൽ ഇത് പണം കൊടുത്ത് വോട്ട് പിടിക്കാനുള്ള നീക്കത്തിൻ്റെ ഭാഗമാണ് എന്ന് പറയുകയും ചെയ്തിരുന്നു. അതിന് പിന്നാലെയുള്ള നാടകീയങ്ങൾ നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടതുമാണ്. അതിലാണ് ഇപ്പോൾ LDF സ്ഥാനാർത്ഥി വി ജോയ് പ്രതികരിച്ചിരിക്കുന്നത്. അതായത് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ കണ്ട അതേ തന്ത്രം പയറ്റുകയാണ് UDF എന്നതാണ് പറയുന്നത്. സാധാരണക്കാരെ ആൾക്കൂട്ടമുള്ള ഒരിടത്ത് പോയി അവർക്ക് പണമോ സ്വാധീനമുള്ള ഒരാളിൽ പണമോ അല്ലെങ്കിൽ മദ്യമോ നൽകി വോട്ട് ഉറപ്പിക്കുക എന്ന തന്ത്രമാണ് UDF കഴിഞ്ഞ കുറേ കാലങ്ങളായി പയറ്റിയിരുന്നത്. അതിൻ്റെ ഭാഗമായുള്ള രീതി തന്നെയാണ് ഇപ്പോഴും നടക്കുന്നത് എന്നതാണ് LDF സ്ഥാനാർത്ഥി ആവർത്തിച്ച് പറയുകയും ചെയ്യുന്നത്. ഏതായാലും ഇത്തരം നീക്കങ്ങൾ നിരീക്ഷിക്കാനായി LDF ശക്തമായ ഒരു നീക്കം തന്നെ നടത്തുന്നുണ്ട്. അതിന്റെ ഭാഗമായാണ് ഇന്നലെ ഈ വിവരം ലഭിച്ചത് എന്നും വി ജോയ് പറയുകയും ചെയ്തു. അതിനിടയിലാണ് ബിജു രമേശ് പറഞ്ഞതുപോലെ റിയൽ എസ്റ്റേറ്റുമായി ബന്ധപ്പെട്ട കാര്യം സംസാരിക്കാനാണ് പോയത്. അതിലൊരു പണം കൈമാറ്റമോ നടന്നിട്ടില്ല എന്ന് ആവർത്തിച്ചു പറഞ്ഞിരുന്നു. ഈ ഉദ്യോഗസ്ഥരും ഈ പരിശോധനയ്ക്ക് എത്തിയ ഉദ്യോഗസ്ഥരും പറഞ്ഞത് അത്തരത്തിൽ പണമൊന്നും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല എന്നതായിരുന്നു. പക്ഷേ അതിന് LDF സ്ഥാനാർത്ഥി വി ജോയ് നൽകുന്ന മറുപടി ഇത് ഡീൽ ഉറപ്പിക്കാനുള്ള ഒരു നീക്കത്തിന്റെ ഭാഗം മാത്രമായിരുന്നു ഇന്നലെ കണ്ടത് എന്നതാണ്. അതായത് ഈ വോട്ട് ഉറപ്പിക്കാൻ കാശ് നൽകുന്നത് പിന്നീടാണ്. ആദ്യം ഡീൽ ഉറപ്പിക്കുക എന്നതാണ് ഇവരുടെ തന്ത്രം, അതിനുശേഷമാണ് കാശ് നൽകുന്നത്. അതിന്റെ ഭാഗമായി ഇന്നലെ ഡീൽ ഉറപ്പിക്കാനായിട്ടായിരുന്നു പോയിരുന്നത് എന്നതാണ്. ഏതായാലും പറയുന്നത് പ്രകാരം ഇത്തരത്തിൽ ഡീൽ ഉറപ്പിച്ചതിന് ശേഷം കാശ് നൽകുകയായിരുന്നു കഴിഞ്ഞ തിരഞ്ഞെടുപ്പിലും കണ്ടത്. ആ തന്ത്രം ഇപ്പോൾ പയറ്റുക എന്നതാണ്. കാരണം കഴിഞ്ഞ 2 വാഹനങ്ങളിലായിട്ടായിരുന്നു ഇന്നലെ ബിജു രമേശും സംഘവും പോയിരുന്നത്. എന്തിനാണ് ഒരു റിയൽ എസ്റ്റേറ്റുമായി ബന്ധപ്പെട്ട കാര്യം സംസാരിക്കാനാണെങ്കിൽ 2 വാഹനം കൊണ്ടുപോകുന്നത്? അതിൽ എയർഗൺ എന്തിനായിരുന്നു? ഒരുപക്ഷെ ഏതെങ്കിലും തരത്തിൽ പ്രശ്നമാവുകയാണെങ്കിൽ എയർഗൺ ഉപയോഗിച്ച്, അതായത് ജനങ്ങളെ ഭീതിപ്പെടുത്തിക്കൊണ്ട് അവിടെ നിന്നും പോകാൻ വേണ്ടിയായിരുന്നു ഇത്തരത്തിലുള്ളൊരു നീക്കം എന്നതടക്കമാണ് ഏതായാലും LDF സ്ഥാനാർത്ഥി പറയുന്നത്. കഴിഞ്ഞ തവണ ഈ നമ്മൾ റിപ്പോർട്ടർ ചാനലിലൂടെ തന്നെ പുറത്തുവിട്ട BJP ഓഫീസ് സെക്രട്ടറിയുടെ ഈ വോട്ട് മറിച്ചു എന്ന ആരോപണം അടക്കം ചൂണ്ടിക്കാണിച്ചുകൊണ്ടായിരുന്നു അത്തരത്തിലുള്ള നീക്കങ്ങൾ കഴിഞ്ഞ തിരഞ്ഞെടുപ്പിലുണ്ടായിരുന്നു. അത് ആവർത്തിക്കുക തന്നെയാണ് UDF-ന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത് എന്നതാണ് LDF സ്ഥാനാർത്ഥി പറയുകയും ചെയ്തത്. ഏതായാലും ആറ്റിങ്ങലെ സംബന്ധിച്ചിടത്തോളം ഈ വിഷയം പണം കൊടുത്ത് വോട്ട് പിടിക്കുന്നു എന്ന ആരോപണം കൃത്യമായി തന്നെ തെരഞ്ഞെടുപ്പ് പ്രചാരണായുധമാക്കി മാറ്റാനാണ് LDF-ന്റെ തീരുമാനം. അത്തരത്തിൽ ഇന്ന് പ്രചരണത്തിൽ കൃത്യമായി ഈ വിഷയം ഉന്നയിക്കുമെന്ന് LDF സ്ഥാനാർത്ഥി പറയുകയും ചെയ്തിട്ടുണ്ട്. നമുക്കൊപ്പം ചേർന്നത് വി ജോയി സുനിഷയോടാണ് സംസാരിച്ചത്. വി ജോയി പറയുന്നതനുസരിച്ച് UDF-ന്റെ സ്ഥാനാർത്ഥി അടൂർ പ്രകാശിന് വേണ്ടി പണം നൽകാൻ വേണ്ടിയാണ് ബിജു രമേശ് അരുവിക്കരയിലെ വടക്കേമല കോളനിയിൽ പോയത് എന്നാണ്. എന്നാൽ ബിജു രമേശ് അത് പൂർണ്ണമായിട്ടും നിഷേധിക്കുന്നു. സ്ഥലം ഉറപ്പിക്കാൻ വേണ്ടിയാണ് പോയത്. ഒരു റിയൽ എസ്റ്റേറ്റ് ബിസിനസ്സുമായി ബന്ധപ്പെട്ടാണ് താൻ സന്ദർശിച്ചത്.
സന്ദർശനം നടത്തിയതെന്നാണ്. മറിച്ച് വി ജോയ് ചോദിക്കുന്നു അതിനെന്തിനാണ് ഇത്രയും വലിയ സന്നാഹങ്ങളുമൊക്കെ ആയിട്ട് വൈകുന്നേരം പോയത് എന്നാണ് ചോദ്യം.